പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പുലരി കൂടി കാണുവാൻ, പുതിയ ദിവസം കാണുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ അസമാധാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും യുദ്ധസമാനമായ ഭീതിയുടെയും ഒക്കെ മധ്യത്തിൽ സമാധാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യവും തന്ന് ദൈവിക ഉദ്ദേശത്തിനായി, ദൈവിക പർപ്പസിനായി കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി കർത്താവിനോട് എല്ലാ നന്ദിയും കരയറ്റിക്കൊണ്ട് എല്ലാ മാനവമഹത്വവും ദൈവത്തിനർപ്പിച്ച് ഇന്ന് പ്രഭാതത്തിലെ ദൈവവചന ധ്യാന ചിന്തയ്ക്കായി നമുക്ക് പ്രവേശിക്കാൻ ആധാരമായി 54-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഐസയ്യ ചാപ്റ്റർ 54 വേഴ്സ് 11 and 12. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളും ആയുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അതിൻ്റെ 13 വിട്ടുകളയാൻ പറ്റാത്തതുകൊണ്ട് അതോട് ചേർത്താണ് വായിച്ച ദൈവവചനം ആശ്വാസത്തിൻ്റെതാണ്, വീണ്ടെടുപ്പിൻ്റെതാണ്, തള്ളിക്കളഞ്ഞിട്ടൊരു ചേർത്ത് പിടിക്കുന്നതിൻ്റെയാണ്, ആശ്വാസം തരുന്നതാണ്. ഇവിടെ യെശയ്യാ പ്രവാചകം 54-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ഇസ്രായേൽ ജനതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വാളിൻ്റെ പ്രവാചകന്മാർ അറിയപ്പെടുന്ന പ്രവാചകന്മാരുള്ളപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയും അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ്, ചെയ്തികൾ, ഇപ്പോഴുള്ള പതറ്റിക് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ എല്ലാം ഓർപ്പിച്ചിട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവജനം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കുമ്പോൾ ദൈവം അവരെ ചേർത്ത് പിടിക്കുന്ന, ദൈവം അവരെ വീണ്ടും ചേർത്തുകൊള്ളുന്ന, അതാണ് വീണ്ടെടുപ്പ്. സ്വന്തമായത് നഷ്ടപ്പെട്ടു പോയിട്ട് വീണ്ടും ചേർക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന വചനങ്ങളാണ് 54-ാമത്തെ അധ്യായം. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുമായി ചേർത്ത് പിടിക്കുന്ന, സൃഷ്ടാവായ ദൈവത്തിന്റെ ചേർത്ത് പിടിക്കുന്ന, സങ്കടം മാറി സന്തോഷത്തിലേക്ക് വരുന്ന, ദുഃഖം മാറി സന്തോഷത്തിലേക്കൊക്കെ വരുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച്, ആ ജനത്തിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ 11-12 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കഷ്ടപ്പെട്ടു പോയ കഷ്ടപ്പാടിൻ്റെ ഒരു ചെറിയ അംശമോടെ കാണാം. ഇതൊരു പ്രോമിസ് ദൈവം കൊടുക്കുന്നു. നോഹയുടെ വെള്ളങ്ങൾ പോലെ ആ നോഹയുടെ വെള്ളങ്ങൾക്ക് ശേഷം ഭൂമിയെ മൊത്തമായി വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കത്തില്ലെന്ന് അതേ മഴവില്ല് കൊടുത്ത് വാഗ്ദത്തം ചെയ്തതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുമ്പം ആ പോയ കഷ്ടപ്പാടിനെ കുറിച്ച് ഈ വാക്യത്തിൽ ചെറുതായിട്ടൊന്ന് വിവരിക്കുന്നുണ്ട്. അരിഷ്ട എന്ന തള്ളപ്പെട്ടവള്, ആർക്കും വേണ്ടാത്തവള്, പിന്നെ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവള്, ആശ്വാസമറ്റവള്, ഇനി ആശ്വാസം കിട്ടുകയില്ല, ഒരിക്കലും കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ സിറ്റുവേഷനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതാണ് 11-ാമത്തെ വാക്യത്തില് ആയിരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത്. കുറച്ച് സാഹിത്യാത്മകമായ രീതിയിലും കൂടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് കൊണ്ട്, കാവ്യരചനയിലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഹൈപ്പോത്തസിസ് പോലെ അതിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ കാണിക്കുന്നുണ്ട്. താഴ്ച എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം ദൈവം ഉയർത്തുമെന്നുള്ള ഒരു ഭാവനാത്മകമായ ഒരു രചനയും കൂടെ അവിടെ നമുക്ക് ദൈവാത്മാവിനാൽ രചിക്കപ്പെടുന്ന രചനയും കൂടെ കാണാം. ഇന്ന് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സാഹചര്യത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ സാഹചര്യങ്ങൾ എത്രയൊക്കെ മോശമായിരുന്നാലും, നമ്മൾ പോകുന്ന വഴി എത്രയൊക്കെ പതറ്റിക് സാഹചര്യം കൊണ്ട് വേദനിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് നിരുത്സാഹപ്പെടുന്ന സാഹചര്യമായാലും അവിടെ ഒരു പ്രത്യാശയുടെ കിരണം, ഒരു പ്രതീക്ഷയുടെ കിരണം നഷ്ടപ്പെട്ട് തകർന്നു പോവുകയല്ല, ഇല്ലാതായി പോവുകയല്ല, മറിച്ച് മടക്കി കൊണ്ടുവരുന്ന കർത്താവിനോട് വീണ്ടും ചേർത്തു പിടിക്കുന്ന, കൈവിട്ട് കളയാതെ ഏത് പർപ്പസിന് വേണ്ടി വിളിച്ചോ ആ പർപ്പസ് നിവർത്തീകരിച്ച് സ്വർഗരാജ്യത്തിൽ നിത്യത വരെ എത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ആ 2-3 വാക്യങ്ങളിൽ വളരെ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇത് അന്ന് ഇസ്രായേലിന്റെ സാഹചര്യം നമ്മുടെ സാഹചര്യമായിട്ട് ചേർത്ത് വെച്ചാൽ, എവിടെയെങ്കിലും ആശയറ്റു പോയവരുണ്ടെങ്കിൽ,
ഒറ്റപ്പെട്ടു പോയവരുണ്ടെങ്കിൽ, ആർക്കും വേണ്ടാത്തവരായി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടു എന്ന് പറയുമ്പം ഒരു പടക്, ഒരു വള്ളം, ഒരു കപ്പല് കൊടുങ്കാറ്റിനകത്തകപ്പെട്ടു പോയാൽ അറിയാം ലക്ഷ്യം തെറ്റിപ്പോകും, എങ്ങോട്ടാണെന്ന് അറിയപ്പെടാതെ. 27-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ലക്ഷ്യം തെറ്റിപ്പോയിട്ട് ജീവൻ ഇനി രക്ഷപ്പെടുമോ എന്നുള്ള ആശ പോയി. ഇതാണ് കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടുള്ള പ്രശ്നം. രക്ഷപ്പെടുമോ എന്നുള്ള ആശ പോയ ഒരു സമൂഹം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് ആശയറ്റ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിനകത്ത് ഇപ്പൊ കാണുന്ന ലോകത്തിന്റെ ഭീതിക്കകത്ത്, വേദനയ്ക്കകത്ത്, ചിലരൊക്കെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്ന ഭീതിയുടെയും സാഹചര്യത്തിനകത്ത് ഇതാ ഒരു പുതിയ ഒരു സൂര്യകിരണമായി, ഒരു പ്രകാശമായി, നീതി സൂര്യന്റെ പ്രകാശം അടുത്തു വന്ന് ആ വചനം ഉറപ്പിക്കുന്നതാണ് വാക്ക്. ആ വാക്കാണ് പറയുന്നത്, നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പം അന്നത്തെ സാഹചര്യത്തിൽ ശലോമോന്റെ ദേവാലയമൊക്കെ പണിതിരുന്നൊരു പണിയുണ്ട്. ആ പണിക്കകത്ത് നീലക്കല്ല്, വൈഡൂര്യം, പുഷ്യരാഗം, ഗോമേതകം, ഈ കല്ലുകൾ വിലപ്പെട്ട കല്ലുകളാണ്, പ്രേഷ്യസ് സ്റ്റോൺസ് ആണ്. മുത്തുകള്, വൈഡൂര്യം, ഇന്നും അതെ, വജ്രങ്ങളും വിലപ്പെട്ട കല്ലുകളും മുത്തുകളുമാണ്. ഇതിന് ഒരുപാട് വിലയുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വിലപ്പെട്ട ആലയമോ കൊട്ടാരമോ ഒക്കെ പണിതിരുന്നത്. ഒരു കൊട്ടാര സമാനമായ പണിയാണ് നടക്കുന്നതെങ്കിൽ എവിടെയൊക്കെ തകർക്കപ്പെട്ടു പോയോ, എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയോ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തകർന്നു, ഇനി മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന ഇടത്ത്, ഹല്ലേലൂയ, ഇനി ഇല്ല എന്നും അടഞ്ഞുപോയി എന്ന് വിചാരിക്കുന്ന ഇടത്ത്, ആ ഇടത്തു തന്നെ അവിടെ നിന്ന് ദൈവം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഒന്നുകൂടെ പറയാം, ഒരു ന്യൂ ബിഗിനിങ്. തകർന്നു തീർന്നു എന്ന് പറയുന്ന ഇടത്തു നിന്നൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ആരംഭം. ഇന്ന് ദൈവ പക്കലേക്കൊന്ന് സമർപ്പിച്ചേ, ഒരു പുതിയ ആരംഭം. ഹാഗാർ ഒരിക്കൽ തന്റെ മകനായ ഇസ്മയേലുമായിട്ട് പോയിട്ട് എല്ലാം അവസാനിച്ചു. അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അടയും തുരുത്തിയിലെ വെള്ളവും തീർന്ന്, കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞിട്ട് മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുന്ന അടുത്ത് ഹാഗാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹാഗാറേ, നീ കരയുന്നത് എന്ത്? ഇവിടെ നിനക്ക് എന്തു കാര്യം എന്ന് പറഞ്ഞ് ഒരു നീരുറവ്, അപ്പോൾ യഹോവ കണ്ണു തുറന്ന് ഒരു നീരുറവ് കാണിച്ച് ഒരു പുതിയ ആരംഭം കൊടുത്തതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരുന്ന ആ ജോസഫിന്റെ ജീവിതത്തിനകത്തു നിന്ന് ഒരു പുതിയ സ്വപ്നത്താൽ എല്ലാം സ്വപ്നം കണ്ട് നിവർത്തിയെല്ലാം നിവർത്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് തകർന്നു എന്നിരിക്കുന്ന ആ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ ആരംഭം കൊടുത്തതുപോലെ, മൊർദെഖായിയുടെ ജീവിതത്തില് ഒരു പുതിയ ആരംഭം കൊടുത്തതുപോലെ, പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോ പൗലോസ് അപ്പോസ്തലൻ എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞിരുന്ന മാൾട്ടയിൽ നിന്ന് ഒരു പുതിയ ലൈഫ്. സകലരും നോക്കി നിൽക്കുമ്പം കയ്യിൽ ചാടി ചുറ്റി എല്ലാവരും തീർന്നു എന്ന് പറയുമ്പം അവിടെ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്. അവരുടെ മനസ്സുമാറി, കൊലപാതകൻ എന്ന് പറഞ്ഞവരുടെ മനസ്സുമാറി ദേവൻ എന്ന് പറഞ്ഞ്, അതേ ഒരു പുതിയ ആരംഭം, പുതിയ ബിഗിനിങ് പോലെ. കാരാഗ്രഹത്തിനകത്ത് അതേ നാളെ തലവെട്ടി കളയുമെന്ന് പറഞ്ഞ് ഇട്ടിരുന്ന പത്രോസിന്റെ ഒരു പുതിയ ആരംഭം പോലെ. കുഞ്ഞേ, ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ആരംഭത്തിന് വേണ്ടി. എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത്, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത്, ഇനി മുന്നോട്ടൊരു ലക്ഷ്യമില്ലെന്ന് പറയുന്നിടത്ത് ഒരു പുതിയ ആരംഭം, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്. ഇത് അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ആരംഭിക്കാൻ. ഒന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയേ. വാക്യം ഇങ്ങനെ പറയുന്നു, വചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. ആ ദൈവത്തിൽ ആശ്രയിച്ച ആരും ഇന്ന് വരെ പരാജയപ്പെട്ടതായിട്ട് ചരിത്രം പറയുന്നില്ല, ലോകം പറയുന്നില്ല, പുസ്തകം പറയുന്നില്ല. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയേ. കർത്താവ് കരം പിടിക്കും, നിശ്ചയമായി. ഒന്നും മടങ്ങി വരാം, കർത്താവ് കരം പിടിക്കും. ഈ അവസാനത്തെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, വായിച്ച് അവസാനിപ്പിക്കാം. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അതല്ലേ ഭാരപ്പെടുന്ന ഏറിയ ബംഗാളുകളുടെ പ്രശ്നങ്ങൾ. അതാ
നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് മക്കളുടെ കാര്യം ഇല്ല. അവരെവിടെയായിരുന്നാലും നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടു വരും. അവരുടെ സമാധാനം വലിയതുമായിരിക്കും. അത് നമുക്ക് ആശ്വാസമായി മാറും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ദൈവമുഖത്തേക്ക് നോക്കുന്ന ആ മുഖത്തെ ദൈവം ആദരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് ആ മുഖങ്ങളെ ആദരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തില് ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, കേട്ട വചനം പോലെ അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും തിക്തയുമായിരുന്ന കർത്താവ് ചേർത്ത് പിടിക്കുന്ന, അഞ്ചനത്തിൽ കല്ല് പതിപ്പിക്കുന്ന ആ നീലക്കല്ലും വൈഡൂര്യം പുഷ്യരാഗം കൊണ്ട് വീണ്ടും പണിയപ്പെടുന്നത് അത് ആത്മാവിൽ സമർപ്പിക്കുന്നപ്പാ. പണിയുന്ന ദൈവകൃപയ്ക്കായി സ്തോത്ര. പ്രത്യാശ കൊണ്ട്, അതേ പുതുജീവൻ കൊണ്ട്, പുതിയ ആരംഭത്താൽ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ആ വചനം ഹൃദയത്തിലെടുക്കുന്നു. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. അങ്ങനെ തന്നെ ജനത്തിന് കൈമാറുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഏറ്റിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ മറയ്ക്കപ്പെടട്ടെ. താങ്ക് യു സോ മച്ച്.